ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം. ഇത് കണ്ടോ? ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അതായത് എൻ്റെ കൂടെ +1 +2 ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയല്ല, ഇപ്പം വലിയ ആളൊക്കെ ആയി. അപ്പോൾ ആൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച, ഞാൻ +1 +2 ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാകും? 10-20 വർഷമായിട്ടുണ്ടാകും. ഇപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള സൗഹൃദങ്ങൾ പോലും ഇന്നും ഉണ്ട് എൻ്റെ കൂടെ. 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന സൗഹൃദങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ആ ആൾ കൊല്ലത്താണ് കേട്ടോ. കൊല്ലത്താണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നിട്ട് പോയി. ഓക്കേ. അപ്പോൾ സൗഹൃദം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, വളരെ ഈ ലോകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ചില നല്ല സൗഹൃദങ്ങളുണ്ട്. നമ്മളാരോടും ചില കാര്യങ്ങൾ അമ്മയോട് സംസാരിക്കാൻ പറ്റില്ല, ചില കാര്യങ്ങൾ പാരൻസിനോട്, നമ്മുടെ ഭർത്താവിനോട്, മക്കളോട് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. ആ സൗഹൃദം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നന്മയുള്ള, നല്ലവരായിട്ടുള്ള, നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുമായിട്ടായിരിക്കണം നമ്മൾ സൗഹൃദം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദം എൻ്റെ ചുറ്റിനുമുണ്ട്. ഞാൻ പഠിച്ചിരുന്ന കാലം മുതൽ ഇന്നീ നിമിഷം വരെയും എൻ്റെ ചുറ്റിനും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ട്. നിങ്ങളും എൻ്റെ സുഹൃത്താണ്. നിങ്ങൾക്കും വേണ്ടേ എൻ്റെ ഗിഫ്റ്റ്? ഇതെൻ്റെ ഗിഫ്റ്റല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്കും പങ്കുവയ്ക്കുന്നു. ഓക്കേ.